1909 ഒരു യുവ ഇറ്റാലിയൻ എഞ്ചിനീയർ എറ്റോറെ ബുഗാട്ടി ഒരു സ്വപ്നം കണ്ടു. അത് ഒരു കാർ നിർമ്മിക്കണമെന്നല്ല, ഒരു കലാസൃഷ്ടിയിൽ സഞ്ചരിക്കാൻ കഴിയണം എന്നായിരുന്നു ആ സ്വപ്നം. ബുഗാട്ടിയുടെ പേരിന്റെ പിന്നിൽ അത്രത്തോളം ഒരു വിസ്മയമുണ്ടായിരുന്നു. ടൈപ്പ് 35 എന്ന മോഡൽ മാത്രം ഉദ്ഭവത്തിനു ശേഷം 1000-ത്തിലധികം റേസുകൾ ബുഗാട്ടി വിജയിച്ചു. അത് വെറും വേഗതയല്ല, അത് ഏറ്റവും മനോഹരമായ ഓട്ടോയുടെ രൂപം ആയിരുന്നു. പക്ഷേ മഹത്വത്തിന്റെ കഥ ദുഃഖത്തിലേക്ക് ചായുന്നു. 1939 എറ്റോറയുടെ മകൻ ജീൻ ബുഗാട്ടി ഒരു കാർ പരീക്ഷിക്കുമ്പോൾ അപകടത്തിൽ മരിച്ചു. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിൽ ഫാക്ടറികൾ പിടിച്ചെടുത്തു, ഉത്പാദനം നിലച്ചു. 1947 എറ്റോറെ മരിച്ചു. ബുഗാട്ടിയുടെ നിശബ്ദത ആരംഭിച്ചു. വർഷങ്ങൾക്കുശേഷം ഒരു വെളിച്ചം തെളിഞ്ഞു. 1990കളിൽ ബുഗാട്ടി EB110 എന്ന കാർ വഴി ബ്രാൻഡ് ഒന്ന് ജീവൻ വച്ചപ്പോൾ 1998 വോൾസ്വാഗൻ ഗ്രൂപ്പ് ബുഗാട്ടിയെ സ്വന്തമാക്കി. പുതിയ ദശകത്തിനു വേണ്ടി അവർ ഒരു അത്ഭുതം ഒരുക്കുകയായിരുന്നു. 2005 ലോകം കണ്ടത് ബുഗാട്ടി വെയ്റോൺ എന്ന കാറിന്റെ ഉദയമായിരുന്നു. 1001 ഹോഴ്സ് പവർ, 407 കിലോമീറ്റർ വേഗം, ആഡംബരത്തിന്റെയും ഭീകരതയുടെയും അടയാളമായി വെയ്റോൺ മാറി. പിന്നീട് അതിലും ശക്തിയേറിയ ബുഗാട്ടി ചിറോൺ വന്നു. ഇത് സാങ്കേതികവിദ്യയുടെ അതിരുകൾ തകർത്ത് കളഞ്ഞു. ഇന്ന് ബുഗാട്ടി വിൽക്കുന്ന ഓരോ കാറും ഒരുപാട് കോടികൾ വില വരുന്നു. ദിവോ, ലാ വോയ്ച്ചർ നോയിർ, സെന്റോഡിസി വേറൊരു തലത്തിലുള്ള ക്ലാസ് കാറുകളായിരുന്നു. ഇന്ന് ബുഗാട്ടി ആഡംബരത്തിന്റെയും വേഗതയുടെയും പര്യായമാണ്.